എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെയും ദൈവദൂതന്മാരുടെയും പൂർണ്ണമായ സാമീപ്യത്തിലും സംരക്ഷണത്തിലുമാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്. തിരക്കേറിയ റോഡിലൂടെയുള്ള നമ്മുടെ യാത്രാവേളകളിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കാവുന്ന ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മുകളിൽ വഹിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 34:7 പറയുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിമിഷം പ്രതി നാം അറിഞ്ഞും അറിയാതെയും നമ്മെ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ അറിയണം. അതുപോലെ വിവിധങ്ങളായ നമ്മുടെ കഷ്ടതകൾ, രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കുടുംബപരമായ പ്രയാസങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരുടെ വേർപാടുകൾ, ഇതുപോലെ മനസ്സ് വേദനിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് നാം തിരിച്ചറിഞ്ഞവരാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകം 1:7 പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, യഹോവയെങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ കാത്തു സംരക്ഷിക്കുന്ന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടവരല്ലേ? വിശുദ്ധ ബൈബിളിൽ മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലൂടെ ദൈവം നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ വാക്യത്തിലൂടെ 3 കാര്യങ്ങളാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. 1, ന്യായം പ്രവർത്തിക്കണം. 2, ദയാതൽപരനായിരിക്കണം. 3, ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കണം. അതിലൊന്നാമത്, ന്യായം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ന്യായവും നീതിയും സത്യവുമുള്ള വ്യക്തിയായി ജീവിക്കുവാൻ തീരുമാനമെടുക്കണം. എന്നിലുള്ള അന്യായത്തെ ഞാൻ തിരിച്ചറിയണം. എന്നിൽ അന്യായമുണ്ട് എങ്കിൽ അത് വെറുത്ത് ഉപേക്ഷിച്ച് നീതി ന്യായ ബോധത്തോടുകൂടി സത്യസന്ധമായി ഞാൻ ജീവിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും എനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. സദൃശവാക്യങ്ങൾ 14:12 പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നതാണ് ശരിയെന്നും ഞാൻ പറഞ്ഞതാണ് ന്യായമെന്നും ഞാൻ പറഞ്ഞത് മാത്രമാണ് സത്യമെന്നുമുള്ള വാശി ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ന്യായമാകണമെന്നില്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കി ന്യായം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ കാര്യങ്ങൾ ചെയ്യണം. ശരിയായ സത്യം എന്താണെന്ന് യേശുതമ്പുരാൻ പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു അവനോട്, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവമക്കൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി നീതിയോടും ന്യായത്തോടും ജീവിതം നയിക്കണം എന്ന് ഒന്നാമതായി ദൈവം ആഗ്രഹിക്കുന്നു. 2, ദയാതൽപരനായിരിക്കണം. മറ്റുള്ളവരുടെ ദുഃഖത്തിലും പ്രയാസഘട്ടങ്ങളിലും അവരോട് ദയ കാണിപ്പാനുള്ള പ്രശാന്ത മനസ്ഥിതി ദൈവമക്കൾക്കുണ്ടായിരിക്കണം. യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട് ജീവിക്കുന്ന ശമരിയക്കാരിൽ ഒരുവൻ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംരക്ഷിച്ച കാര്യം യേശുതമ്പുരാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെയുള്ള മനോഭാവമാണ്
ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കണം. പ്രിയമുള്ളവരെ, ന്യായവും ദയയും താഴ്മയും എല്ലാം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് എന്ന് യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നമ്മളും അതുപോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:29 യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ന്യായത്തോടും ദയയോടും താഴ്മയോടും കൂടെ ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.